ദ ലിറ്റിൽ ഫ്ലവേഴ്സ് ഓഫ് സെന്റ് ഫ്രാൻസിസ് ഓഫ് അസീസി എന്ന പുസ്തകത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയുണ്ട്. അന്ന് ഒരു ഉപവാസ ദിനമായിരുന്നു. ഫ്രാൻസിസ് പുണ്യാളനും സഹോദരന്മാരും കഠിനമായിട്ടുള്ള ഉപവാസത്തിലൂടെ കടന്നു പോവുകയാണ്. അതിനിടയിലാണ് ഒരു സഹോദരന് ഭയങ്കര വിശപ്പ് വരുന്നുണ്ട്, ഭയങ്കര തളർച്ച വരുന്നുണ്ട്. പക്ഷെ ഈ ഉപവാസം ബ്രേക്ക് ചെയ്യാനായിട്ട് അവന് പറ്റണില്ല. കാരണം ബാക്കിയുള്ളവരൊക്കെ കഠിനമായിട്ടുള്ള ഉപവാസത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ കാരണം എന്തിനാണ് ഇത് ബ്രേക്ക് ചെയ്യണത്, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നുള്ള തോന്നലിലൂടെയൊക്കെ അവൻ കടന്നു പോവാണ്. ഫ്രാൻസിസ് പുണ്യാൾ എന്ത് ചെയ്തെന്ന് അറിയാവോ? എല്ലാവരെയും ഒരുമിച്ചങ്ങ് വിളിച്ച് എന്നിട്ട് നല്ലൊരു അത്താഴം ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാൻ തുടങ്ങി. ആദ്യം കഴിച്ചു തുടങ്ങിയത് ഫ്രാൻസിസ് പുണ്യാളനാണ്. ആദ്യം ആ ഉപവാസം ബ്രേക്ക് ചെയ്തത് ഫ്രാൻസിസ് പുണ്യാളനാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാവോ? അല്ലെങ്കിൽ ഇനി അവൻ കാരണമാണ് ഇത് ബ്രേക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു നാണക്കേട് മാനക്കേട് അവരുണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടാണ്. ഉപവാസം വിശുദ്ധമാണ്, പക്ഷെ എന്നാല് അതിനേക്കാളും വിശുദ്ധമാണ് കൂടെ ഉള്ളവനെ മനസ്സിലാക്കുക എന്നുള്ളത്. കൽപ്പറ്റ നാരായണ മാഷിന്റെ സോളമൻ എന്ന് പറയുന്ന ഒരു കവിതയിൽ ദൈവം വന്ന് പ്രത്യക്ഷപ്പെടുമ്പോഴത്തേക്കും എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്: പറയാത്തത് കേൾക്കാനും എഴുതാത്തത് വായിക്കാനുള്ള ത്രാണി നൽകണമേ.